നീറ്റ് പുനഃപരീക്ഷ വേണ്ട എന്നുള്ള നിലപാടിലേക്ക് സുപ്രീം കോടതി എത്തുന്നു. പരീക്ഷയിൽ വ്യാപകമായ ക്രമക്കേട് നടന്നതായി കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് കോടതി നിരീക്ഷിക്കുന്നു. അപ്പോഴും പരീക്ഷാ നടത്തിപ്പിൽ ക്രമക്കേട് ഉണ്ടായി എന്ന് കോടതി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ജാർഖണ്ഡിലും ബീഹാറിലെ പട്നയിലുമൊക്കെയായി 155 വിദ്യാർത്ഥികൾ അതിൻ്റെ ഗുണഭോക്താക്കളായി മാറി. അതിൽ അന്വേഷണം നടക്കട്ടെ ഇനിയുള്ള കാര്യമെന്നും കോടതി വ്യക്തമാക്കുന്നുണ്ട്. വളരെ വിശദമായി ചില റിപ്പോർട്ടുകൾ പരിശോധിച്ചതിന് ശേഷം കോടതി അങ്ങനെയൊരു നിഗമനത്തിലേക്ക് എത്തുന്നു. നിലവിൽ ലഭ്യമായ തെളിവുകൾ പരിശോധിച്ച് അങ്ങനെയൊരു നിഗമനത്തിലേക്ക് എത്തുന്നു. മദ്രാസ് IITയുടെ റിപ്പോർട്ട്, NTA സമർപ്പിച്ച റിപ്പോർട്ട്, CBIയുടെ റിപ്പോർട്ട്, അങ്ങനെ വിവിധ കാര്യങ്ങൾ പരിശോധിച്ചതിന് ശേഷമാണ് സുപ്രീം കോടതി ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. അച്യുതൻ വിവരങ്ങളുമായി തുടരുന്നുണ്ട്. അച്യുതൻ, ആ ഉത്തരവിൻ്റെ വിശദാംശങ്ങൾ നമ്മൾ നേരത്തെ പരിശോധിച്ചു. മറ്റൊന്ന്, ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള രാഷ്ട്രീയ വിവാദമായിരുന്നു. വലിയ രീതിയിലുള്ള പ്രതിഷേധം രാജ്യം കണ്ടതാണ്. രാജ്യത്തുടനീളം വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളുണ്ടായി. വ്യാപകമായി ക്രമക്കേട് നടന്നു എന്നുള്ള ആക്ഷേപമുണ്ടായി. പാർലമെൻറ്റിൽ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്ന് വിഷയം വളരെ ശക്തമായി ഉയരുന്നതും സഭാ നടപടികൾ തടസ്സപ്പെടുന്നതുമൊക്കെ നമ്മൾ കണ്ടതാണ്. ഇങ്ങനെ സുപ്രീം കോടതി ഇപ്പോൾ പുനഃപരീക്ഷയില്ല, പരീക്ഷയുടെ വിശുദ്ധി നഷ്ടപ്പെടുന്ന തരത്തിലൊരു ക്രമക്കേട് നടന്നിട്ടില്ല എന്നുള്ള വിലയിരുത്തൽ വരുമ്പോൾ സർക്കാരിനതൊരു പ്രതിരോധമാകുന്നുണ്ടോ? റിജിത്ത്, രാഷ്ട്രീയമായി പരിശോധിക്കുമ്പോഴും അത്തരം ചോദ്യങ്ങൾ, കാരണം ഇതിൽ ഉത്തരവിൽ പുനഃപരീക്ഷ ഇല്ല എന്ന് പറയുമ്പോഴും ഈ ഉത്തരവിൽ മറ്റു ചില സുപ്രധാനപ്പെട്ട കാര്യങ്ങൾ സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതിലൊന്ന്, ഈ സാങ്കേതികമായി ഈ പരീക്ഷ നടത്തുന്നതുമായി ബന്ധപ്പെട്ട വീഴ്ച സംഭവിച്ചു എന്നുള്ളത് സുപ്രീം കോടതി നിരീക്ഷിച്ചിട്ടുണ്ട്. 2, ചോദ്യപേപ്പർ ചോർച്ച നടന്നിട്ടുണ്ട്. അതിലൊരു തർക്കവുമില്ല എന്ന നിലപാട് തന്നെയാണ് സുപ്രീം കോടതി സ്വീകരിച്ചിരിക്കുന്നത്. ആ ഘട്ടത്തിൽ ഇത് കേന്ദ്ര സർക്കാരിന് ഈ ഒരു വിമർശനങ്ങൾ നേരിടുന്നതിന് ഇടയാക്കും. കാരണം രാജ്യത്തെ അല്ലെങ്കിൽ ഒരു പ്രധാന പരീക്ഷകളിൽ ഒന്നാണ് നീറ്റ് എന്നുള്ളത്. മെഡിക്കൽ പ്രവേശന പരീക്ഷയാണ്. അപ്പോൾ ആ പരീക്ഷയിലാണ് ഇത്തരത്തിലൊരു ക്രമക്കേട് അത് ബീഹാറിലും ഗുജറാത്തിലുമായി ഉണ്ടായത്. ആ പരീക്ഷ നടത്തിപ്പിൽ തന്നെ പലതരത്തിലുള്ള വീഴ്ചകൾ സംഭവിച്ചു. നേരത്തെ ഞാൻ ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ ചോദ്യപേപ്പർ റിക്ഷകളിൽ കേന്ദ്രങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായി. കൃത്യമായ മാതൃകയിലല്ലാതെ പലയിടങ്ങളിലും ചോദ്യപേപ്പറിന്റെ കവറുകൾ പൊട്ടിച്ച സാഹചര്യമുണ്ട്. ഇതെല്ലാം തന്നെ CBIയുടെ അന്വേഷണത്തിലും അതുപോലെ തന്നെ ബീഹാറിന്റെ സാമ്പത്തിക കുറ്റകൃത്യ വിഭാഗം നടത്തിയ പരിശോധനയിലുമെല്ലാം വളരെ പെട്ടെന്ന് ചെറിയൊരു ഇടവേളയിലേക്ക് പോകേണ്ടത് കൊണ്ടാണ്.